ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നുള്ളത് ഉള്ളാളം ഉറൂസുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരാൾ പുറത്തിറക്കിയ ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമായി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കുക. തേങ്ങ അരച്ചിട്ട് കൊടുക്കുന്നുണ്ടുണ്ടു. അതായത് തേങ്ങ തന്നി ബീത്താമാറ അരച്ചിട്ട് കയ്യന്തു തട്ടാമാറ പുലിക്കാമാറിക്കൂ ഇൻഷാല്ല. ചന്തത്തില് ഒരു 10-15 തേങ്ങ അരച്ചിട്ട് എല്ലാവരും ദർഗത്ത് കൊടുക്കുക ശ്രമിക്കണം. അത് വലിയൊരു ബർക്കത്തെത്തിക്കറ് ജീവിതത്തിൽ ചുമ കഷ്ടമുള്ള നല്ല നീയത്ത് വെച്ചിട്ട് കടമ ഔത്തുറബിസിയമ എല്ലാം വിചാരിച്ചത് ഇൻഷാല്ല നല്ല നീയത്ത് വെച്ചിട്ട് കൊടുക്കുക. അത് വലിയൊരു ബർക്കത്തെത്തിക്കറ് ചെയ്ത് മദനി തങ്ങളുടെ ഒരു കാവൽ കൂടി നക്കിക്കറ്. അദ്ദേഹം ആ വോയിസിൽ പറയുന്നുള്ളത്, ഒരു 10-15 തേങ്ങ അരച്ചിട്ട് കൈയൊന്നും ടച്ച് ആവാതെ സയ്യിദ് മദനിക്ക് അർപ്പിക്കണം. എങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ സയ്യിദ് മദനിയുടെ കാവലുണ്ടാകും എന്നാണ് ഇദ്ദേഹം പറയുന്നുള്ളത്. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ നോക്കൂ, അതിലേക്ക് കൈ ടച്ചായി കഴിഞ്ഞാൽ അത് ചീത്തയാകുന്നത്, അഥവാ ആ തേങ്ങ ചീത്തയാകുന്നത് തടുക്കാൻ പോലും കഴിയാത്ത കഴിവുകെട്ട ഒരാളാണ് ആ മഖ്ബറയിൽ കിടക്കുന്നത് എന്നർത്ഥം. കാരണം അദ്ദേഹം കൈ പോലും ടച്ചാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. അള്ളാഹുവിന് പുറമെ അധികാരികളെ സ്വീകരിച്ച ആളുകളുടെ അവസ്ഥ 8 കാലി വലയുണ്ടാക്കിയതുപോലെ ദുർബലമാണ്. അതിനെ സംരക്ഷിക്കാൻ പോലുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. അതിനുശേഷം അദ്ദേഹം പറയുന്നുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കാവലുണ്ടാകും. നോക്കൂ പ്രിയമുള്ളവരെ, വീട്ടിലൊരു CCTV വെക്കണമെങ്കിൽ 10,000-ൽ കൂടുതൽ രൂപ കൊടുക്കണം. ഒരു നല്ല പട്ടിയെ കൊണ്ടുവന്നിട്ട് കാവലിന് വേണ്ടി വളർത്തണമെങ്കിൽ 10,000-ൽ കൂടുതൽ രൂപ കൊടുക്കണം. എന്നാൽ ഈ സയ്യിദ് മദനിയുടെ കാവലിന് വേണ്ടിയിട്ട് 10-15 തേങ്ങ കൊടുത്താൽ മതി, അതിലൂടെ നിങ്ങൾക്ക് കാവല് കിട്ടും. ഇതിലൂടെ ആ മനുഷ്യനെ ഇകഴ്ത്തുകയാണോ ഇവർ ചെയ്യുന്നുള്ളത്, പുകഴ്ത്തുകയാണോ? യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇതൊക്കെ ഈ ആളുകൾ ചെയ്തു കൂട്ടുന്നുള്ളത്. ഈ ആളുകളുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് പൗരോഹിത്യം, ഇവരുടെ മതം നിലനിർത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നു. പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ പറ്റിച്ച് അവരുടെ വിശ്വാസവും അവരുടെ സമ്പത്തും കൊള്ളയടിക്കാൻ വേണ്ടി പൗരോഹിത്യവും അതിന്റെ നേതാക്കന്മാരും ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഈ അദ്ദേഹം പറയുന്നുള്ളത് സയ്യിദ് മദനിയുടെ കാവലുണ്ടാകും. ഈ കാര്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന് അറിയില്ല. കാരണം മൂപ്പർക്ക് അസുഖം വന്നപ്പോൾ ഇവർക്ക് തേങ്ങ അരച്ചു കൊടുത്തതല്ല ചെയ്തത്, മറിച്ച് മുജാഹിദുകളുടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തുള്ളത്. എന്നാൽ അദ്ദേഹത്തിന് കാവൽ നൽകാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്നാൽ ഇവരുടെ നേതാവ് അവിടെ വന്ന് പ്രസംഗിച്ച പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്പോൾ സഹായം ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹായിക്കാൻ കഴിയില്ല. ഏതുപോലെ? രോഗശയ്യലായി കിടക്കുന്ന ഒരു വാപ്പയെ പോലെ. ഒരു കഴിവും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത കഴിവുകളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ രോഗശയ്യയിലാണ്, ആരോഗ്യമൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇടപെടാൻ പറ്റും എന്നുള്ള രൂപത്തിൽ ചോദിക്കാം എന്നാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞെന്ത്, അവിടുത്തെ 10-15 തേങ്ങ കൊടുത്താൽ സയ്യിദ് മദനിയുടെ കാവലുണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലിയ ആളാണോ സയ്യിദ് മദനി? അപ്പൊ പേരോടിന്റെ വാദം വേറെയാണ്. പേരോട് ഇപ്പൊ മക്ക മുശ്രിക്കുകളുടെ വാദത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആഹുലായി ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ശുപാർശ ചെയ്ത് വാങ്ങിത്തരും. അവർക്ക് ഹറാമത്ത് മുഅ്ജിസത്ത് എന്ന കൊടുത്ത കഴിവൊന്നും അവർക്കില്ല. ഇപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഇടപെട്ട് വാങ്ങിത്തരും. അന്ന് മക്ക മുശ്രിക്കുകൾ ഇത് തന്നെയാണ് പറഞ്ഞത്. അതാണ് സൂറത്ത് യൂനുസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുള്ളത്, വയഖൂലൂന ആഹുലായി ശുഫആഉന ഇൻദല്ലാഹ്, അവർ പറയുന്നു അള്ളാഹുവിൽ നിന്ന് ശുപാർശ ചെയ്ത് വാങ്ങിത്തരൂന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവർ പറഞ്ഞുണ്ടാക്കുന്നതെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അടിമകളോട് കൽപ്പിച്ചിട്ടുള്ളത്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അതിന്റെ ഇടയിൽ ആളുകൾ നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇടയാണെന്നാക്കാൻ പാടില്ല. ഉസൈർ നബി അലൈഹി ഇസ്ലാമിനെയോ വദ്ദിനെയോ സുവായിനെയോ യഹൂസിനെയോ ഊഖനെയോ നസ്മിനെയോ ഇടയാളനാക്കാൻ പാടില്ല. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക. ഖുർആൻ തആല പറയുകയാണ്, നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, നബിയെ അള്ളാഹു എവിടെയാണെന്ന് അടിമകൾ ചോദിച്ചാൽ അവരുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. അന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ ഇങ്ങനെ
അവർ ശുപാർശക്കാരായി ഞങ്ങൾക്ക് വാങ്ങിത്തരും എന്നൊന്നും പറഞ്ഞ് അവരോട് ചോദിക്കുകയില്ല, നേരിട്ട് എന്നോട് തന്നെ ചോദിക്കും, അവർക്ക് ഞാൻ ഉത്തരം നൽകുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പേരൂടിന്റെ വാദം ഇപ്പോൾ മക്ക മുശ്രിക്കുകളുടെ ആ വാദത്തിന്റെ സമാനമായ വാദത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആളുകളോ അണികളോ വിശ്വസിക്കുന്നുള്ളത് മരിച്ച ആളുകൾക്ക് സ്വന്തമായി കഴിവുണ്ട്, കറാമത്ത് മുഅ്ജിസത്ത് അള്ളാഹു കൊടുത്ത കഴിവാണ്, അത് കൊടുത്തു വെച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകൾ സഹായിക്കും. എന്നാൽ നോക്കൂ, അവിടെ വരുന്ന സ്ത്രീ പുരുഷ സങ്കലനം, സഖാഫികളൊക്കെ സ്ത്രീകളുമായി ഇങ്ങ് കുട്ടിക്കലറുകയാണ്. എന്നിട്ട് അവിടെ വരുന്ന ആളുകളോട് അനൗൺസ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ಮಕ್ಕಳ ಕೈ ಬಿಡಂಡ, ಮಕ್ಕಳ ಬಿಲ್ಕುಲ್ ಕೈ ಬಿಡತೀರ, ಮಕ್ಕಳ ಕೈ ಬಿಟ್ಟಂಗೆ ಹಿಂಗೆ ಗಿಡವು ಕಿಟ್ಟರೆ 4 ಗಂಟೆ ಬೇನವು ನನ್ನ ಹೆಸರು ಗಿಡವು ಮಕ್ಕಳು ಅದೇ ಮೇಲೆ ಮೇലുള്ള ಬಂಗಾಳಿ ಪರ್ಸ್ ಮೊಬೈಲ್ ഫോൺ ആയത്ര ജാഗ്രത ബന്ദാറെ ബന്ദേ പവാസ്. പ്രിയമുള്ളവരെ, കാണുന്നുണ്ടല്ലോ, സ്ത്രീകളും പുരുഷന്മാരും അങ്ങ് കൂട്ടിക്കലർന്ന് മിക്സായിട്ട് അങ്ങ് പോവുകയാണ്. പള്ളിയിലേക്ക് ഇവർക്ക് സ്ത്രീകൾക്ക് വരുമ്പോ ഫിത്ന ഉണ്ടാകും. ഇത് ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ചെയ്യുന്നതൊക്കെ ജാഹിലിയ കാലഘട്ടത്തേക്കാൾ അധപതിച്ച കാര്യങ്ങളാണ്. ഈ മുസ്ലിം ഉമ്മത്താണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഈ പൗരോഹിത്യം ഈ ആളുകളെ ചൂഷണത്തിന് വേണ്ടി ഈ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി വിഗ്രഹാരാധനക്ക് സമമായ, ഈ അടുത്ത ദിവസങ്ങളിൽ മധൂർ അമ്പലത്തിൽ പരിപാടി നടന്നിട്ടുണ്ട്, സമാനമാണ്. ഒരു വ്യത്യാസമുള്ള ചില കളറുകളിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസം കാണുക. നോക്കൂ, അവിടുന്ന് പറയുന്നുള്ളത്, അനൗൺസ്മെന്റ് ചെയ്ത് പറയുന്നുള്ളത് ബംഗാർ അഥവാ സ്വർണങ്ങൾ, അതേപോലെ തന്നെ പണം, അതേപോലെ മൊബൈൽ നിങ്ങൾ നന്നായി സൂക്ഷിക്കുക, കള്ളന്മാരാണ് കൂടുതലായി അവിടെ ഉള്ളത്, നിങ്ങളെ പോക്കറ്റ് അടിച്ചു പോകുന്നു. അമ്പലത്തിൽ വരുന്ന അവിടെ വരും അനൗൺസ്മെന്റ് ഒളയത്തെടുക്ക ടൗൺ വരെ കേട്ടിരുന്നു. അവിടെ പോലും അവര് ഈ രൂപത്തിൽ അനൗൺസ്മെന്റ് ചെയ്തിരുത്തില്ല. കാരണം നമ്മൾ ഇവിടെ ഒരുപാട് തിങ്ങി നിറഞ്ഞ ആളുകൾ വരുന്നുണ്ട്, നിങ്ങളെ കയ്യിലുള്ള കാര്യങ്ങൾ അവർ മോഷ്ടിക്കുന്നു. അവർക്കെങ്കിലും അല്പം ദൈവഭയം ഉണ്ട് എന്ന് പറയാം. ഈ ആളുകൾക്ക് അതൊന്നും ഇല്ലാത്ത, ഈ ആളുകൾ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരലോകത്ത് വിശ്വാസമില്ലാത്ത, അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകളാണ് മോഷ്ടിക്കും എന്ന് അവിടുന്ന് അനൗൺസ്മെന്റ് ചെയ്ത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ബാക്കി ഒരു 10-15 തേങ്ങ അരച്ചു കൊടുത്താല് നിങ്ങൾക്ക് വീടുകളിലേക്ക് കാവലുണ്ടാവും. ആര്? സയ്യിദ് മദനി. അവിടേക്ക് വരുന്ന ഭക്തന്മാർക്ക്, ഇദ്ദേഹത്തിന്റെ ഭക്തന്മാരായി അവിടെ വരുന്ന ആളുകളുടെ പണമോ മൊബൈലോ സ്വർണമോ അതിനെ സംരക്ഷിക്കാൻ പോലും ആ സയ്യിദ് മദനിക്ക് കഴിവില്ല എന്നാണ് ഈ അനൗൺസ്മെന്റിലൂടെ തെളിയിക്കുന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒന്നാമതായി ഇത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി അവരുടെ വിശ്വാസങ്ങളും അവരുടെ പണവും അന്യായമായി ചൂഷണം ചെയ്യാൻ, തിന്നാൻ വേണ്ടി പുരോഹിത്യമുണ്ടാക്കുന്ന ചെയ്തികളാണ്. ഈ ആളുകളിൽ നിങ്ങൾക്ക് ജൂതന്മാരുടെ ചര്യകൾ കണ്ടേക്കാം. ഇത് കണ്ട് നിങ്ങൾ ജൂത മതമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ ആളുകളിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ ചര്യകൾ കണ്ടേക്കാം. ഇത് കണ്ട് നിങ്ങൾ അവർ ക്രിസ്ത്യാനികളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ആളുകൾ അമ്പലത്തിൽ നടത്തുന്നത് പോലെ തന്നെയാണ് ഉറൂസ് മുഴുവനും നടത്തുന്നത്. അപ്പൊ ഹിന്ദുക്കളുടെ സംസ്കാരങ്ങളെല്ലാം ഈ ആളുകൾ കണ്ടെത്തേക്കാം. അത് കണ്ട് ഇവര് ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവരിൽ മുസ്ലിങ്ങളുടെ ആചാരങ്ങളൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഇത് കണ്ട് ഇത് ഇസ്ലാം ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു പുതിയൊരു മതമാണ്. ഈ മതത്തിന്റെ പേരാണ് സമസ്ത എന്നുള്ളത്. ഇത് മനുഷ്യനെ, മുസ്ലിം ഉമ്മത്തിനെ തിന്മയിലേക്ക് നയിക്കുവാനും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ 1926 കേരളത്തിൽ ഉണ്ടായ ഒരു സൂഫി സംസ്കാരമാണിത്. കോക്ടൈൽ മതമാണ്, സമസ്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, പരലോകത്ത് വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഇസ്ലാമല്ല. ഇത് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കൂ. പാരത്രിക ലോകത്ത് നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ. പാരത്രിക ലോകം അതിഭയാനകമാണ് പ്രിയമുള്ളവരെ. അവിടുന്ന് തിരിച്ചു വരാൻ അവസരമുണ്ടാവില്ല. അന്ന് കുറ്റവാളികൾ മുഖം താഴ്ത്തിയ നിലയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് സൂറത്ത് സജദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അന്ന് കുറ്റവാളികൾ അവർ നരകം നേരിട്ട് കൺമുന്നിൽ കാണും. ആ സമയത്ത് അവർ പറയും, ഞങ്ങൾക്ക് ദൃഢമായ ബോധ്യം വന്നിട്ടുണ്ട് റബ്ബേ, തിരിച്ചുപോക്കിനൊരു അവസരം ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾ ഹമല സ്വാലിയാത്തുകൾ പ്രവർത്തിച്ചു കൊള്ളാം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമാക്കിക്കൊള്ളാം. അന്ന് തിരിച്ചു വരവിന് ഒരു അവസരം ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, ചിന്തിക്കുക, റബ്ബിനെ ഓർത്ത് നിങ്ങൾ ചിന്തിക്കുക. ഈ ഉപദേശം നിങ്ങൾ ഒന്ന് മുഖവിലക്കെടുക്കുക. ഇത് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. ഇത് പൗരോഹിത്യമാണ്. ഇത് നിങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ്. നിങ്ങളെ പരലോക നഷ്ടപ്പെടുത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.